നമസ്കാരം. ഫ്ലവേഴ്സ് യുഎസ്എയുടെ അമേരിക്കൻ ഡ്രീംസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സുനിൽ ചാക്കോ. ഞാൻ ബിന്ദ ചെറിയാൻ. അമേരിക്കൻ മലയാളികളുടെ കലാ സാംസ്കാരിക പരിപാടികളും സമകാലിക ജീവിത രീതികളുമാണ് അമേരിക്കൻ ഡ്രീംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി അമേരിക്കൻ ഡ്രീംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിൽ. 2017 ചൈനീസ് ന്യൂ ഇയറിന് അമേരിക്കയിലും ആഘോഷം. തിരുവല്ല അസോസിയേഷന്റെ വാർഷികവും ന്യൂ ഇയർ ആഘോഷവും ഡാലസിൽ. ഫ്രീഡിയയും ഫ്ലവേഴ്സ് ടിവിയും ഒരുക്കുന്ന നാപ്പ താരസന്ധ്യയുടെ വിശേഷങ്ങൾ. ഈ വർഷത്തെ ഓസ്കാർ നോമിനേഷൻ പ്രഖ്യാപിച്ചു. മയാമിയിലെ നവകേരളയ്ക്ക് പുതിയ സാരഥികൾ. ആദ്യമായി അമേരിക്കൻ ഡ്രീംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷങ്ങൾ വിശദമായി. 2017 ചൈനീസ് ന്യൂ ഇയർ ജനുവരി 28 അമേരിക്കയിലെമ്പാടും ആഘോഷമായി. ചന്ദ്രമാസപ്രകാരം മാസങ്ങൾ നിശ്ചയിക്കുന്നു. ഈ ആഘോഷങ്ങൾക്ക് പിന്നിൽ വളരെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. ഗ്രാമീണരെ ആക്രമിക്കാനെത്തിയിരുന്ന ഭീകരജീവിയെ ഭയപ്പെടുത്തി ഓടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ചുവന്ന നിറങ്ങളും പടക്കങ്ങളും എല്ലാം ആഘോഷത്തിൻ്റെ ഭാഗമായത്. ചൈനീസ് ന്യൂ ഇയർ മറ്റ് ന്യൂ ഇയർ ഡേ പോലെ ചൈനീസ് കലണ്ടറിലെ വർഷത്തെ ആദ്യ ദിവസം തന്നെയാണ്. എന്നാൽ തികച്ചും വ്യത്യസ്തവും അർത്ഥവത്തുമായ ചൈനീസ് ന്യൂ ഇയർ ചൈനയിലെ ജനങ്ങളുടെ സംസ്കാരവും ജീവിതവും പാരമ്പര്യവുമൊക്കെയായി അഭേദ്യമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഉത്സവം തന്നെയാണ്. ഒത്തുചേരലുകളുടെയും പങ്കുവെക്കലുകളുടെയും സ്നേഹസമ്മാനങ്ങളുടെയും ഈ 15 ദിവസങ്ങൾ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും ഐക്യപ്പെടുത്താനുള്ള അവസരങ്ങളാണ്. ഇരുപതാം നൂറ്റാണ്ടോടെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ എന്നും അറിയപ്പെടുന്ന ഈ ഫെസ്റ്റിവലിന് 3800 വർഷങ്ങളുടെ പഴമയുണ്ട്. ഓരോ വർഷത്തിനും 12 ചൈനീസ് സോഡിയാക് സൈനിൽ ഒന്നിൻ്റെ പേര് നൽകി ഭാഗ്യാനുഭവങ്ങളിൽ വിശ്വസിക്കുന്നു. 2017 നൽകിയിരിക്കുന്നത് റൂസ്റ്റർ. ഭാഗ്യം വന്നു ചേരുന്നതിനായി ഭക്ഷണ സാധനങ്ങൾ പോലും പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണമായി നൂഡിൽസ്, മത്സ്യം എന്നിവ ദീർഘായുസിനും സമ്പന്നതയ്ക്കുമാണ്. ഡാലസിലെ തിരുവല്ല അസോസിയേഷന്റെ 10ാമത് വാർഷികവും ന്യൂ ഇയർ ആഘോഷവും നടന്നു. അഭിമന്യ എൽഡോമാർ ടൈറ്റസ് തിരുമേനി സന്ദേശം നൽകി. മുഖ്യ അതിഥിയായി ചലച്ചിത്ര താരം തമ്പി ആന്റണി പങ്കെടുത്തു. അമേരിക്കൻ ആർച്ച് ഡയസിന്റെ ആർച്ച് ബിഷപ്പായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് തിരുമേനി ഭദ്രാസനത്തിൽ സേവനം ചെയ്യുന്നു. തിരുവല്ല എപ്പോഴും കൂട്ടായ്മകളുടെ ഒരു നാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്രിസ്തു നമ്മിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ആ ഒരു സുദിനത്തിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ആശംസകൾ നേരുകയാണ്. ക്രിസ്മസ് പലപ്പോഴും നമുക്ക് ബാഹ്യമായ അനുഷ്ഠാനങ്ങളുടെ ഒരു വെറുതെ ഒരു ആചാര അനുഷ്ഠാനം മാത്രമായിട്ട്, സെലിബ്രേഷൻ മാത്രമായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളത് പലപ്പോഴും ദുഃഖകരമാണ്. പക്ഷെ പൊതുവിൽ ഇവിടുത്തെ പ്രത്യേകിച്ച് അമേരിക്കയിലെ ബിസിനസ് വേൾഡിൻ്റെ ഒരു ഇരയായിട്ടാണ് നാം പലപ്പോഴും മാറുന്നത്. വി ആർ ഫോഴ്സ്ഡ് ടു സെലിബ്രേറ്റ് ക്രിസ്മസ് ഇൻ എ സർട്ടൻ വേ. അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡായി മാറുന്നു. അവർ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ പഴഞ്ചന്മാരായി മാറുന്നു. കുട്ടികളോടാണെങ്കിൽ സ്കൂളിൽ പോലും അവർ ഇൻസ്ട്രക്ഷൻ പ്രത്യേകമായിട്ട് കൊടുക്കുന്നു ഹൗ ടു സെലിബ്രേറ്റ് ക്രിസ്മസ്.
prestigious Best Actor Award in the Honolulu International Film Festival for the Hollywood film Beyond the Soul in 2005. അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളെ, അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ, തമ്മിലിടയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ചു ഒപ്പം നടത്തിയും അമ്മ നടക്കുന്നു. ഡാലസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഡാലസ് തിരുവല്ല അസോസിയേഷന് എല്ലാ ആശംസകളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ്. നമ്മൾ തിരുവല്ല പ്രദേശത്തുള്ളവർ ഇവിടുത്തെ ഡാലസിലെ കാര്യം നോക്കിയാൽ തന്നെ നമ്മൾ ഇവിടുത്തെ എല്ലാ സംഘടനകളിലും നമ്മുടെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെല്ലാം ഭാഗങ്ങളാണ്. ക്ഷമ ചോദിക്കാൻ എൻ്റെ തെറ്റാണ് ആൻസർ ചെയ്തത്. ഒന്നുമില്ല, നമ്മൾ തമ്മിൽ കിടപ്പാടിൻ്റെ കണക്കൊന്നും ആവശ്യമില്ല. ആൻസർ എപ്പോഴെങ്കിലും പിരിഞ്ഞു പോകാം. ഒന്നാലോചിച്ചാൽ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. മനസ്സിൽ കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. തിരുവല്ല അസോസിയേഷൻ രൂപീകരിക്കുന്ന ആ സന്ദർഭത്തിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു. എല്ലാവിധമായ ഭാവുകാശംസകളും നേർന്നുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച തിരുവല്ല അസോസിയേഷൻ്റെ ഭാരവാഹികളോടുള്ള തിരുവല്ല അസോസിയേഷന്റെ സഹകരണവും സാന്നിധ്യവും ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇനി അമേരിക്കൻ ഡ്രീംസിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫ്രീഡിയും ഫ്ലവേഴ്സ് ടിവിയും ചേർന്നൊരുക്കുന്ന നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ്സ് നാഫയുടെ വിശേഷങ്ങളുമായി ലൊറൈൻ നമ്മോടൊപ്പം ചെയ്തു. അമേരിക്കൻ ഡ്രീംസിന്റെ മെൽറ്റിംഗ് പോട്ട് എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെൽറ്റിംഗ് പോട്ടിൽ ഫ്രീഡിയ ഒരുക്കുന്ന നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ്സ് നാഫ 2017 വിശേഷങ്ങളാണ്. നാഫ 2017 ആണ് സിനിമയിലെ പ്രതിഭകളെ ആദരിക്കുന്നതിനായി നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ആഘോഷവും കൂട്ടിച്ചേരലിലൊന്നാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 2016 ആദ്യത്തെ അവാർഡ് നിശ സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ നാഫ അവാർഡ് ജൂലൈ 22 ന്യൂയോർക്കിൽ വെച്ച് നടത്തപ്പെടും. മലയാളത്തിന് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ്, തെന്നിന്ത്യൻ എല്ലാ ഭാഷകളിൽ നിന്നുള്ള പ്രശസ്ത നടീനടന്മാർ പങ്കെടുക്കും. ബെസ്റ്റ് ആക്ടറായിട്ട് നിവിൻ പോളി, ബെസ്റ്റ് ആക്ട്രസ് മഞ്ജു വാര്യർ, ബെസ്റ്റ് ഡയറക്ടർ രാജീവ് രവി കമ്മട്ടിപ്പാടം, ബെസ്റ്റ് മൂവി മഹേഷിൻ്റെ പ്രതികാരം ആഷിഖ് അബു, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ബിജിപാൽ മഹേഷിൻ്റെ പ്രതികാരം, ബെസ്റ്റ് മെയിൽ സിംഗർ ഉണ്ണി മേനോൻ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ബെസ്റ്റ് ഫീമെയിൽ സിംഗർ വാണി ജയറാം, ബെസ്റ്റ് ക്യാമറ ഷൈജു ഖാലിദ്, പോപ്പുലർ ഹീറോ ഓഫ് ദി ഇയർ ബിജു മേനോൻ, ബെസ്റ്റ് പോപ്പുലർ മൂവി ആക്ഷൻ ഹീറോ ബിജു, ബെസ്റ്റ് കൊമേഡിയൻ സോബിൻ സഹീർ, ന്യൂ സെൻസേഷണൽ ഹീറോ ടൊവിനോ തോമസ്, ന്യൂ സെൻസേഷണൽ ഹീറോയിൻ അപർണ ബാലമുരളി, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ വിനായകൻ, നാഫ നൊസ്റ്റാൾജിയ മധു ആൻഡ് ഷീല. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് ഫ്രീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ചെയർമാൻ ഡോക്ടർ ഫ്രീമു വർഗീസ് ആണ്. ഹലോ ഡോക്ടർ. നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ്സിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ ഇൻസ്പിറേഷൻ എന്തൊക്കെയായിരുന്നു ഡോക്ടർ? നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ്സ് നാഫ എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾ തൊട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിരുന്നു. നമുക്ക് എല്ലാം ഒത്തു വന്നത് ലാസ്റ്റ് ഇയർ 2016 ആദ്യമായിട്ട് അമേരിക്കയിൽ ഒരു
ഇന്ത്യൻ ബേസ്ഡ് അവാർഡ് ഫെസ്റ്റിവൽ ചെയ്യുന്നത്, നമ്മുടെ മലയാളത്തിൽ തന്നെ ചെയ്യുന്നത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിച്ചു. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ആൻഡ് ഓഡിയൻസസും വ്യൂവേഴ്സ് എല്ലാം അത് അപ്രീഷിയേറ്റ് ചെയ്തു. സോ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഡയറക്ടർ ആനി ലിബു. ഹലോ ആനി. ശരിക്കും ഇന്ന് പ്രസ് കോൺഫറൻസ് നടന്നു, പ്രസ് ടീമിനെ എല്ലാം ഡീറ്റെയിൽസ് ഇൻഫോം ചെയ്തു. ശരിക്കും ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ബാക്കിയുള്ള ആർട്ടിസ്റ്റ് കോർഡിനേഷൻ അതെല്ലാം എത്രത്തോളമായി ഒന്ന് പറയാമോ? ഞങ്ങൾ അമേരിക്കക്കാരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഇത്രയും സ്റ്റാഴ്സിനെ, ഒരു 50-ൽ പരം സ്റ്റാഴ്സും അതിൻ്റെ എൻ്റർടൈൻമെൻറ്റും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷത്തേതിലും മികവായിട്ട് അത് നടത്തപ്പെടാനായിട്ട് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. ഫ്രീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഡയറക്ടറും കൺസൾട്ടൻറ്റും കൂടിയായ മിസ്റ്റർ ലാലു ജോസഫാണ് എന്നോടൊപ്പം ഉള്ളത്. ഹായ് സർ. ഐ എം ഫൈൻ. അമേരിക്കയിലേക്ക് എല്ലാ ആർട്ടിസ്റ്റുകളെയും കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. സോ സർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് ഇവർക്കെല്ലാം വിസ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ അവാർഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം പ്രമുഖരായ താരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടാകും. നോർമലി അവർക്ക് വിസ കിട്ടാതിരിക്കുന്നൊരു പ്രശ്നമില്ല. എങ്കിലും വിസ കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അത് കഴിഞ്ഞതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ്. ലാസ്റ്റ് ഇയറിൽ ഇത്രയും സ്റ്റാഴ്സിനെ ഒരു സ്ഥലത്തു നിന്ന് 1 വീക്ക്, എസ്പെഷ്യലി ഗൾഫും നാട്ടിലെയും ഒക്കെ ഉപരിയായിട്ട് വളരെ വ്യത്യാസമാണ് US-ൽ. അവിടെ എല്ലാവർക്കും ഞങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ടീമായിട്ട് നിന്ന് വളരെ കാര്യമായിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഓരോ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തു. അതിലും മികവായിട്ട് ഈ വർഷം ഞങ്ങൾ വളരെ എക്സൈറ്റ്മെൻ്റായിട്ട് തന്നെ ന്യൂയോർക്ക് സിറ്റി ഒരുങ്ങുകയാണ്. നീ സോണിയായിട്ട് എൻ്റെ ആൻറ്റി ഗോൾഫിയാടാ. ഇനി എൻ്റെ കൊച്ചിനെ കൊണ്ട് നീ കട്ടപ്പന നിറങ്ങിയ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. ഏരപ്പേ നെത്തിക്ക് സോണിയോട് കാര്യം ചോദിച്ച ബേബി ചേട്ടൻ ചോദിക്കണ്ട. ചോദിച്ചാൽ ചിലപ്പോൾ മുഖത്ത് തുപ്പും. ഡിങ്കോൾഫി ഇല്ലേ? ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഞാൻ തല്ലിപ്പൊളിയായിരിക്കും, പക്ഷെ നമ്മുടെ സോണിയ അവൾ മൊത്തല്ലേ ബേബി ചേട്ടാ. എടാ നായിൻ്റെ മോനെ, നീ എന്നെ കരയിക്കാതെ. നാഫ 2ാം തവണയാണ് അമേരിക്കയിൽ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതിനോടുള്ള ഈ അവാർഡിനോടുള്ള ആർട്ടിസ്റ്റിൻ്റെ പ്രതികരണം എന്തൊക്കെയാണ് സർ? ആർട്ടിസ്റ്റിന് നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ദുൽഖർ സൽമാൻ, പാർവതി, കുഞ്ഞാക്കോ ബോബൻ അവരെല്ലാം വന്നു വളരെ നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു. ഈ കൊല്ലം നവീൻ പോളി, മഞ്ജു വാര്യർ, ബിജു മേനോന്, അങ്ങനെ കുറേ ഒത്തിരി ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാട്ടി കൂടുതൽ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. എല്ലാവരെയും കൊണ്ടുപോകണം എന്നുള്ള ഞങ്ങൾക്കൊരു വളരെ ആഗ്രഹമുണ്ട്. ബട്ട് നമ്മൾ ചില റീസൺസ് കൊണ്ട് എല്ലാവരെയും കൊണ്ടുപോകാൻ ഒക്കത്തില്ലായിരിക്കും. ബട്ട് അടുത്ത വർഷം പിന്നെയും വരാത്തവർ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. பாட்டுக்கென்றும் பஞ்சமில்ல பாடத்தான் அவளை கட்டு துள்ளிக்கிட்டு அவளை விட்டு கச்சை கட்டு ஆடத்தான். சுபானல்லா 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 சுபானல்லா
ഇത്രയും ഗംഭീരമായിട്ട്, ഇത്രയും ചങ്കൂറ്റത്തോടുകൂടി, ഇത്രയും പണം മുടക്കി, ഇത്രയും ഗംഭീരമായ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്ന ഒരു ഷോ ഇതിൻ്റെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് സംശയിക്കും. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത, ആദ്യത്തെ ദിവസം 21 ജൂലൈ നടക്കുന്ന ഒരു കർട്ടൻ റേസർ പ്രോഗ്രാമുണ്ട്. അത് സ്പോൺസേഴ്സിനും സ്റ്റാർസിനും ഉൾപ്പെടെ ഉള്ള ഒരു മൻഹാട്ടൻ ക്രൂസ് ഡിന്നറാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ്സിൻ്റെ ഇപ്പോൾ ഒരുക്കങ്ങൾ എത്രത്തോളം ആയെന്ന് പറയാമോ? ഇന്ന് ഫൈനൽ ലിസ്റ്റ് അനൗൺസ് ചെയ്തു. അപ്പം ആ ലിസ്റ്റ് ഇനിയും നമ്മളത് പബ്ലിഷ് ചെയ്ത് മീഡിയയിലും ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും അത് കൊടുത്തിട്ട് നമ്മളിനിയും അവർ അഗ്രി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വിസ പ്രോസസ്സിങ്ങും എല്ലാം തുടങ്ങും. നമ്മൾ വെന്യൂ അവിടെ ന്യൂയോർക്കും ഷിക്കാഗോ ഓൾറെഡി ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോളിവുഡും ബോളിവുഡും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വ്യൂവേഴ്സ് കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീക്സ് മെൽറ്റിംഗ് പോട്ട്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച മെൽറ്റിംഗ് പോട്ടിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇനി ഫ്ലോറിഡയിലെ മയാമി വിശേഷങ്ങളിലേക്ക്. സൗത്ത് ഫ്ലോറിഡ മലയാളികളുടെ സാംസ്കാരിക സാമൂഹിക മണ്ഡലത്തിൽ വ്യക്തമായി സ്വാധീനം ചെലുത്തിയ നവകേരളയ്ക്ക് പുതിയ സാരഥികളെ നിയമിച്ചു. നവകേരള മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് നായർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. 2017 നവകേരളയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്തു പ്രവർത്തനമാണ് നവകേരള ഈ വർഷം കാഴ്ചവെക്കുന്നതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നവകേരളയുടെ 2017 പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് യൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 8 സ്പെല്ലിംഗ് ബീ കോമ്പറ്റീഷൻ നടക്കുകയാണ്. തുടർന്ന് യൂത്ത് കമ്മിറ്റിയുടെയും കിഡ്സ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഭാരതത്തിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ ആദ്യമായി ഒരു മലയാളി അസോസിയേഷൻ വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിക്കുന്നു. മെയ് 6 നവകേരളയുടെ പിക്നിക്ക് ഈ വർഷം കുടുംബസംഘമായി ആഘോഷിക്കുകയാണ്. എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും സാദരം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അമേരിക്കയിൽ നിന്നും ഒരു പുതിയ സംരംഭമായ ഫ്ലവേഴ്സ് ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നവകേരളയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. ഇനിയൊരു ചെറിയ ഇടവേള. ഇത്തവണത്തെ ഓസ്കാർ നോമിനേഷൻ പ്രഖ്യാപിച്ചു. 13 നോമിനേഷനുമായി ലാല ലാൻഡ് എന്ന ചിത്രം. ഇന്ത്യക്കാരൻ ദേവ് പട്ടേലും പട്ടികയിൽ. Being nominated felt like honored, unbelievable. It was exciting. A legal high. I guess I just flipped out over the Academy Awards. You think you know? That's not how it's always been. Completely shocking. Really proud. You don't get moments like that every day. That was a moment in time, for sure. For that year, I was part of that small selected group of the brightest stars. My lawyer was on the phone. I thought I'd done something wrong. He said you were nominated for an Oscar. Fortunate. And of course, you should have fun with all of this. But a day after, the very next day after the Oscars, the focus should be back to making films. When I heard my name, I think I just about passed out. And then when I heard Lenny Abrahamson's name, the director of Room, that's when I really lost my mind. It was just the best moment of my life. Very early in the morning, and the first thing I did was wake up my wife. Immediately call someone that is gonna take you down a few notches. That's why I woke up my wife. As they'd say in England, I was gobsmacked out of the blue. I had no clue. That is powerful.
I got to meet Lee Daniels, the director, and he just gave me the role after about 30 to 45 minutes of talking. The extraordinary artists and filmmakers nominated today. It's going to be a great show. Huge congratulations. 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 The idea of you being an Oscar nominee is actually now part of your name till the day you die. Embrace this moment because just being nominated alone makes you a winner. Make a speech anyway, because there's nothing more boring than an unprepared actor. I want to congratulate all the nominees and I advise them to wear comfortable shoes to the ceremony. അമേരിക്കൻ ഡ്രീംസിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും flowers@gmail.com കൂടി ഞങ്ങളെ അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.